വി എസ് എറണാകുളത്ത് വന്നാൽ പതിവായി താമസിച്ചിരുന്നത് ആലുവ പാലസിലാണ്. ആലുവ പാലസിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മുറി ഉണ്ടായിരുന്നു, 107 നമ്പർ മുറി. അവിടെ വടക്കൻ പറവൂരുകാരായ ഗിരിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാരനായിരുന്നു ഗിരി. വി എസുമായി അദ്ദേഹത്തിന് നല്ല ആത്മബന്ധമുണ്ടായിരുന്നു. അത്രമേൽ സവിശേഷമായൊരു ബന്ധം വി എസുമായി വളർത്തിയെടുക്കാൻ അദ്ദേഹം ഗിരിക്ക് കഴിഞ്ഞു. സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ എത്രമാത്രം വി എസ് ചേർത്ത് നിർത്തിയിരുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഗിരിയുടെ മനസ്സിലെ ഒളിമങ്ങാത്ത ഓർമ്മകൾ. മുഖ്യമന്ത്രിയായിരിക്കുന്നതിന് മുൻപും മുഖ്യമന്ത്രിയായതിനു ശേഷവും വി എസ് എറണാകുളത്ത് വന്നാൽ പതിവായി തങ്ങുക ആലുവ പാലസിലായിരുന്നു. ആലുവ പാലസിലെ 107 മുറി വി എസിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ആ മുറിയിലെത്തിയാൽ ഒരു ചോദ്യമാണ്, ഗിരി എവിടെ? ആലുവ പാലസിലെ ജീവനക്കാരനായിരുന്ന ഗിരിയും വി എസ് അച്യുതാനന്ദൻ എന്ന ഇതിഹാസ നേതാവും തമ്മിലുള്ള ബന്ധത്തിന്, ആത്മബന്ധത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ വി എസിന്റെ മരണം, ആ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തോടൊപ്പം വി എസുമായി ഉണ്ടായിരുന്ന ഒരുപാട് ഓർമ്മകളുടെ, നിലവുകളുടെ ഒരു കൂട്ടിലാണ് പറവൂർ സ്വദേശിയായ ഗിരി. വി എസുമായി കുറെ കാലത്തെ ഒരു ബന്ധം ചേട്ടനുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ബന്ധത്തിന്റെ ഒരു തുടക്കം? വി എസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വി എസിനെ കാണുന്നത് രാമേലത്തിൽ വെച്ചായിരുന്നു. അന്ന് ഇ കെ നായർ സാറ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവിടെ വന്നു. അങ്ങനെ കണ്ട് വി എസിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് അറ്റൻഡ് ചെയ്ത് അതിനുശേഷം പിന്നെ കുറേ നാളെത്തിയാണ് എന്നെ അവിടെ നിന്ന് ആലുവ പാലസിലേക്ക് മാറി വന്നു. പാലസിൽ വന്ന് കുറേ നാൾ അങ്ങനെ തന്നെ ശർമ്മ സാറാണ് അവിടെ കൂടുതലും അവിടെ താമസിക്കാറ്. അങ്ങനെ ഒരു സമയത്ത് വി എസ് അവിടെ വരികയാണ്. നമ്മുടെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്ന സമയത്താണ് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അന്ന് സുരേഷ് സാറാണ് അതിൻ്റെ പി എ. പുള്ളി എല്ലാ കാര്യവും നമ്മളോട് വി എസിൻ്റെ ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. അതനുസരിച്ച് നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ, പുള്ളിയുടെ ദിനചര്യകളെല്ലാനും നമ്മളോട് പറഞ്ഞു തന്നു. നമ്മളതുപോലെ 5 വർഷം മുഖ്യമന്ത്രിയായിരിക്കും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും പാലസിൽ വരുമ്പോഴും പുള്ളിയുടെ കാര്യങ്ങളൊന്ന് കൃത്യതയോടുകൂടി ചെയ്തിരുന്നു. വി എസിന് ഏതെങ്കിലും തരത്തിലുള്ള നിഷ്ഠകളോ എന്തെങ്കിലും അതൊക്കെ കണ്ടറിഞ്ഞങ്ങ് ചെയ്തിരുന്നോ, ഒരു ദിനചര്യകളൊക്കെ? അതൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ വരുന്ന രാവിലെ പുള്ളിക്ക് ഈ മാവിൻ്റെ ഇല, പിന്നെ പച്ചയിർക്കൽ, അതുകൊണ്ടൊക്കെ പല്ലൊക്കെ തേച്ച് അത് കഴിഞ്ഞിട്ട് വന്നിരുന്ന് പത്രം വായിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മറ്റേ ഇടിയപ്പം, പൊട്ട്, അങ്ങനെയുള്ള പുള്ളിക്ക് ഇഷ്ടം. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതിക്ക് മുന്നേ ഒരു ഇതുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് യോഗ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ സൂര്യ നമസ്കാരമുണ്ട്. നമ്മുടെ ഗസ്റ്റ് ഹൗസിന് ആലുവ പാലസിന് തൊട്ട് മുന്നേ ഇറങ്ങുന്നത് സൂര്യ നമസ്കാരം കഴിഞ്ഞിട്ട് വന്നാണ് കാപ്പിടിക്കണം. കാപ്പിടിയും കഴിഞ്ഞ് പിന്നെ വേറെ പ്രോഗ്രാമൊന്നും ഇല്ലെങ്കിൽ ഒരു 11 മണി വരെയൊക്കെ അങ്ങനെ എടുത്ത് ഒരു കരിക്കും വെള്ളം കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ചോറ്. വെജിറ്റേറിയനാണ് ഇഷ്ടം, എരിവില്ലാത്ത ഭക്ഷണങ്ങളാണ് പുള്ളി കൂടുതലും കഴിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ നാടൻ ഭക്ഷണങ്ങൾ, ഈ പച്ചക്കറികളും പിന്നെ അങ്ങനെയുള്ള ഗസ്റ്റ് ഹൗസിൽ നട്ട് വളർത്താൻ പറ്റിയ പപ്പായ, അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ വളർത്തി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടതിനു ശേഷവും തനിക്കൊപ്പം നിന്നവരെ, തന്നെ പരിചരിച്ചവരെയെല്ലാം വി എസ് വല്ലാത്തൊരു ആത്മബന്ധത്തോടു കൂടിയാണ് എന്നും ജീവിതത്തിൽ തന്നോടൊപ്പം നിർത്തിയതും. അതിന്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് വടക്കൻ പറവൂർ സ്വദേശിയായ ഗിരി. അനന്തു പി നായർക്കും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.